നല്ലവരായ നാട്ടുകാർക്കും വിനീതമായ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവസഭയുടെ ആഭിമുഖ്യത്തിൽ ഉച്ചയോടുള്ള സമയത്ത് വിവിധ പ്രദേശങ്ങളിലായി ക്രിസ്മസ് ദിന സന്ദേശവുമായി ഞങ്ങൾ കടന്നു വരുവാനിടയായി തീരാൻ ഈ ദേശത്തും ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഉയർത്തുവാൻ കിട്ടിയ നല്ലൊരു അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഭൂലോകമെമ്പാടും ഒരുപോലെ ജനം ആഘോഷിക്കപ്പെടുന്ന ഈ സുദിനം ലോകത്തിൽ ഒരു രക്ഷകൻ ജനിച്ചു എന്നുള്ള ഒരു സന്തോഷമാണ്. ആ മഹാസന്തോഷം മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം നൽകപ്പെടുന്നു. ഈ മഹാസന്തോഷം വിളംബരം ചെയ്യപ്പെടുന്നവരും ഒരുപോലെ ആശ്വാസങ്ങൾ കണ്ടെത്തുന്നു. ലോക ജനമൊന്നടങ്കമായി യേശുദേവന്റെ സന്തോഷം കൊണ്ടാടുവാൻ ഇടയായതിൻ്റെ സാഹചര്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിൽ രക്ഷകൻ അവതരിക്കുമെന്ന് നൂറുകണക്കിന് പ്രവാചകന്മാരാൽ പ്രവചിക്കപ്പെട്ട പ്രവചന നിവൃത്തിയായി ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ലോകത്തിൽ വലിയൊരു സന്തോഷം വരുന്നു എന്നുള്ളത് ആണ്. ആ സന്തോഷത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നത് ആ സന്തോഷ അനുഭവങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പെരുകുവാൻ കാരണമായത് യേശു മശിഹാ ലോകത്തിൽ ജനിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ജനനത്തെക്കുറിച്ച് ഭൂലോകമെമ്പാടും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്നു. പ്രവാചകന്മാർ പ്രവചിച്ചു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. പ്രവചന രൂപേണ ലോകത്തിലേക്ക് ജനിക്കപ്പെട്ട അവതാരകൻ ജനനത്തിന് മുൻപേ തന്നെ ആ മനുഷ്യന്റെ പേര്, ആ വ്യക്തി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി, ആ മനുഷ്യൻ ലോകത്തിലേക്ക് അവതരിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത എന്ത് എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ട സുവിശേഷം. യേശുവിനെ കുറിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ തികവാർന്ന പഠനങ്ങളിൽ മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന് പകലിൽ നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഈ മഹാസന്തോഷം. ഒരു ഭാഗത്ത് നമുക്ക് ദാനം നൽകപ്പെട്ടപ്പോൾ ഈ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിൽ മനുഷ്യൻ പല നിലകളിൽ അത് ആഘോഷങ്ങളാക്കി മാറ്റുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ജനിക്കപ്പെട്ട മനുഷ്യന്റെ സ്വഭാവ ജീവിത അനുഭവങ്ങളെ കുറിച്ച് തിരുവെഴുത്തുകൾ നാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ അവസരങ്ങളും അത് നന്നായി ഉപയോഗിക്കുന്ന മനുഷ്യനാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. ഓരോ സാഹചര്യത്തിനൊത്തവണ്ണം മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടുന്നൊരു കാലം, മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ ദിനത്തിന്റെ പ്രത്യേകതയ്ക്കൊത്തവണ്ണം മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടം നാം ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രമാത്രം സമൂഹത്തിൽ നടക്കപ്പെടുന്ന അധപ്പതനങ്ങളിൽ മനുഷ്യ ജീവിതം വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അറിവില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, കഴിവുകളില്ലാഞ്ഞിട്ടല്ല, അവന്റെ അറിവുകൾ നന്നായി എത്തപ്പെട്ടിട്ടും ഇന്ന് മനുഷ്യൻ വല്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചില നാളുകൾക്ക് മുമ്പേ അമേരിക്കയുടെ മണ്ണിലേക്ക് ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് കടന്നു പോകുവാനിടയായി. ആ മനുഷ്യൻ അവിടെ ചെന്ന് വളരെയധികം മൃഗപ്രായനായ ഒരു സമൂഹത്തിന്റെ നടുവിലേക്ക് കടന്നു എന്ന് അവിടെ ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്ന ഒരു കാഴ്ച, ഒരു കൂട്ടം ചെറുപ്പക്കാരിരുന്നു കൊണ്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ച് അവിടെ ഇരുന്ന് പാട്ടുകൾ പാടി സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അനുഭവം കാണുവാനിടയായി. ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്,
ഈ നശിച്ച വേദപുസ്തകം ഇവിടെയും വന്നുപോയി എന്ന് ചോദിച്ച് അവരെ വളരെയധികം കളിയാക്കുവാനിടയായി. ആ കളിയാക്കിയ സമയത്ത് തന്നെ ഭീകരവംശത്തിൽപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ മനുഷ്യനെ തന്റെ ഉള്ളറയുടെ മുറികക്കകത്തേക്ക് വേഗത്തിൽ കൊണ്ട് കടന്നുപോയി. അവിടെ കൊണ്ടുചെന്ന് നിർത്തിയ ശേഷമായി അവരോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഒരു കൂട്ടം അസ്ഥിക്കൂമ്പാരങ്ങളിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചിട്ട് ഈ മനുഷ്യർ പറഞ്ഞു, ഇത് നിങ്ങൾക്കറിയാമോ എന്താണ് എന്ന് അറിയാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതെന്താണ്? അപ്പോൾ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്: ഈ സുവിശേഷം ഞങ്ങളുടെ ഇടയിൽ എത്തി ഇല്ലായിരുന്നു എങ്കിൽ, ഈ വേദപുസ്തകം ഞങ്ങൾ വായിച്ചില്ലായിരുന്നു എങ്കിൽ, ഈ പ്രാർത്ഥന ഞങ്ങളുടെ അധരങ്ങളിൽ വന്നില്ലായിരുന്നു എങ്കിൽ, യേശു രക്ഷകനെന്ന് ഞങ്ങളുടെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞില്ലായിരുന്നു എങ്കിൽ, ഈ അസ്ഥികളിൽ ഒന്നായി നിങ്ങൾ മാറിയേനെ. ചില വർഷങ്ങൾക്ക് മുമ്പേ ഈ നാട്ടിൽ ഇതുപോലെ സന്ദർശകരായി എത്തപ്പെട്ടവരെ ഭോജിക്കപ്പെട്ട നരഭോജികളായിരുന്നു ഞങ്ങൾ. എന്നാൽ സുവിശേഷം ഞങ്ങളുടെ ഉള്ളിൽ എത്തിയപ്പോൾ, സുവിശേഷം ഞങ്ങൾ അംഗീകരിക്കപ്പെട്ടപ്പോൾ, നരഭോജികളായ ഞങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുവാൻ തുടങ്ങി, കുടുംബത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവരുടെ നടുവിൽ ഞങ്ങൾ നല്ല സാക്ഷ്യങ്ങൾ പുലർത്തുവാനിടയായി. പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ദേശം എമ്പാടും ഞങ്ങൾ ഇതുപോലെ ഈ സുവിശേഷവുമായി കടന്നു പോകുന്നതിന്റെ കാരണം, ഞങ്ങൾ അറിയപ്പെട്ടിരിക്കുന്ന ഒരു സത്യമുണ്ട്. മറ്റൊരു മതത്തെ അടിച്ചമർത്തുവാനോ മറ്റൊരു മതത്തെ വലുതായി കാണിക്കുവാനോ അല്ല ഞങ്ങൾ ഇതുപോലെ കടന്നു പോകുന്നത്. ഞങ്ങൾ മറ്റുള്ളൊരു മനുഷ്യനെ ചെറുതാക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളത് തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കുവാനായിട്ടല്ല ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യപ്പെടുന്നത്. ഇതുപോലെ ശബ്ദങ്ങൾ വെച്ച്, ഇതുപോലെ സംശിഷ്ടങ്ങൾ വെച്ച് ഞങ്ങൾ ഇതുപോലെ കടന്നു പോകുന്നതിന്റെ കാരണം, ഒരു സമാധാനം ഞങ്ങളുടെ ഉള്ളിലേക്ക് എത്തപ്പെടുവാനിടയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളുടെ ഓരോ അനുഭവങ്ങളൊന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടങ്ങളിൽ കുടുംബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഇങ്ങനെയൊരു മകൻ വേണ്ടായിരുന്നു, ഇങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് ശപിക്കപ്പെട്ട ജീവിതത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ആ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്തവേലൊക്കെ ആക്കി ഇതേപോലെ സ്ഥാനങ്ങളിൽ പരസ്യമായി പ്രസ്താവിക്കുന്ന യേശുവിനെ ഉയർത്തുവാൻ കാരണമായതിന്റെ ഞങ്ങളുടെ സത്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ധൈര്യം, ഈ യേശുവിനെ ഞങ്ങൾ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സമൂഹത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എങ്ങനെയാണ്: അനേകം മാതാപിതാക്കന്മാർ പേടിയോടെയാണ് ഓരോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്നത്. കാരണം തന്റെ മക്കൾ പ്രഭാതത്തിൽ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ അടുത്തൊരു സന്ധ്യയിൽ കേൾക്കുന്നത് മകൻ അടുത്തൊരു സ്ഥാനത്ത് നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള ചില വാർത്തകളായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയായിരിക്കാം കേൾക്കുന്നത്. ആ നിലകളിൽ മാതാപിതാക്കന്മാർ വളരെയധികം ഭയപ്പെടുന്ന ഒരു കാലഘട്ടം. സ്വന്തം അതുകൊണ്ട് ഇന്ന് പകരം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആ ഒരു ഗതിയിൽ നിന്ന്, ആ ഒരു സ്ഥിതിയിൽ നിന്ന്, ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മാറ്റിയെടുത്തത് ഈ സുവിശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്: ഈ സമൂഹത്തിൽ ഞങ്ങൾ ഒത്തിരി പേരെ പഠിച്ചു, ഞങ്ങൾ ഒത്തിരി ആ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ പഠിക്കുവാനിടയായി. ഞങ്ങൾ വിവിധ സ്ഥലക്കാരാണ് ഇവിടെ നിന്ന് ഈ സുവിശേഷ പ്രസംഗത്തിൽ പങ്കാളികളായി തീരുന്നത്. വിവിധ സ്ഥാനങ്ങളിൽ ഞങ്ങൾ എത്തപ്പെട്ടു, വിവിധമാകുന്ന നിലകളിൽ ഞങ്ങൾ ജീവിക്കപ്പെട്ടു, പലരെയും ഞങ്ങൾ പഠിക്കപ്പെട്ടു. എന്നാൽ ജനിച്ചു വളർന്നു വന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ പറയുമായിരുന്നു: കുഞ്ഞെ, മോനെ, നീ അവനെ പോലെയാക, നീ അവനെ പോലെ പഠിക്കുക, നീ അവനെ പോലെ ജീവിക്കണം എന്ന് തുടങ്ങിയ അനേക ഉപദേശങ്ങൾ തന്റെ വീടിനടുക്കലുള്ള പലരിലേക്ക് വിരൽ ചൂണ്ടി മാതാപിതാക്കന്മാർ പഠിപ്പിക്കുമായിരുന്നു. നീ അവനെ പോലെയാകാം. ചില മാതാപിതാക്കന്മാർ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: എന്നെക്കാളും മനോഹരമായ രീതിയിൽ എന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരണമെന്ന് നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. കാലങ്ങൾ പിന്നിട്ടു, അറിവുകൾ വർദ്ധിച്ചു, വിദ്യാഭ്യാസം കൂടി. ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ അടുത്ത രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ വിരൽത്തുമ്പിൽ സെക്കൻഡുകൾക്കകം ഇവിടെ അറിയത്തക്ക രീതിയിലുള്ള അറിവ്, ജ്ഞാനം, കഴിവുകൾ നമ്മുടെ തലമുറകൾ നേടിയെടുത്തു. അത്രമാത്രം ഏത് ഭാഷകളും
ഭംഗിയായി കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു. ഇത്രയും വളരപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ അകത്തടങ്ങളിൽ സംഭവിക്കപ്പെടുന്ന നാശയോഗ്യമായ പ്രവൃത്തികൾ കണ്ട് മാതാപിതാക്കന്മാർ നടുങ്ങുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നിലേക്ക് വിരൽ ചൂണ്ടുവാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. പോലീസ് അധികാരികളിലേക്കോ രാഷ്ട്രതലങ്ങളിലോ മതങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കോ ഒന്ന് വിരൽ ചൂണ്ടിയിട്ട് നീ അങ്ങനെയായി തീര്, അതുപോലെയായി മാറ് എന്ന് പഠിപ്പിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ചില നാളുകൾക്ക് മുന്നേ ഒരു കുഞ്ഞ് തന്റെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡിലാണ് തന്റെ പിതാവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്നത്. ഈ മകനൊന്ന് നോക്കി. തന്റെ പിതാവ് വന്നു. വീട്ടിൽ നിന്ന് താൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറുന്ന സമയം വരെ ഈ കുഞ്ഞ് വളരെയധികം പിതാവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഈ പിതാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ ദൂരം നടന്നു പോകുന്നത് ഈ പിതാവ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുവാനിടയായി. ചില ദൂരം നടക്കുമ്പോൾ ഈ പിതാവ് നോക്കുന്നത് തിരികെ നോക്കി തന്റെ മകൻ തന്റെ പിന്നാലെ നടന്നു വരികയാണ്. ചില ദൂരം നടക്കുമ്പോൾ ഈ പിതാവ് കാണുന്ന ഒരു കാഴ്ച, താൻ വെക്കുന്ന കാൽപ്പാടുകൾ നിലത്ത് പതിയുമ്പോൾ ആ കുഞ്ഞ് ആ കാൽപാദങ്ങളിലേക്ക് തന്റെ പിഞ്ചു കാലുകൾ വെച്ച് പിതാവിന്റെ ഒപ്പം തന്റെ അപ്പനെന്നുള്ള പ്രശംസയിൽ ഈ പിതാവിന്റെ പിന്നാലെ നടന്നു വരികയാണ്. ചില ദൂരങ്ങളിൽ പിതാവ് നടന്നുപോയി. ചില ദൂരം ചെന്നപ്പോൾ കണ്ട കാഴ്ച, താൻ ലക്ഷ്യം വെച്ച സ്ഥാനം തനിക്ക് മുമ്പിൽ എത്തപ്പെട്ടു. താൻ നോക്കിയത് തന്റെ പിന്നാലെ വരുന്ന തന്റെ കാൽപാദങ്ങളുടെ പാടുകളെ പിൻപറ്റിക്കൊണ്ട് ആ കാൽപാദങ്ങളിൽ കാലുകൾ വെച്ച് നടന്നു വരുന്ന പിഞ്ചോമനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് താൻ മുന്നിലേക്ക് നോക്കിയ കാണുന്ന കാഴ്ച, തന്റെ രാവിലത്തെ ജോലിയുടെ ക്ഷീണം തീർക്കേണ്ടതിന് മദ്യശാലയിലേക്ക് കയറുവാനായിട്ട് ഓടിപ്പോയ പിതാവ് ശ്രദ്ധിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, തന്റെ കാൽപാദങ്ങളെ ഫോളോ ചെയ്തു വരുന്ന ആ കുഞ്ഞിനെ കണ്ടപാടെ താൻ ചിന്തിച്ചു, ഇനി ഞാൻ ആ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ മകൻ വഴിതെറ്റിപ്പോകും. ആ പിതാവ് പിന്തിരിഞ്ഞു പോകുവാനിടയായി. പ്രിയ സഹോദരങ്ങളെ, ഇന്നു പകലിൽ ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്നതായ ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തക വചനങ്ങൾ, പാട്ടുകൾ ഈ ദേശത്ത് ഞങ്ങൾ ഒരു ലാഭ ഇച്ഛയ്ക്കായി വന്നതല്ല. നമ്മൾ ജനിപ്പിക്കപ്പെട്ട തലമുറകൾ നമുക്കൊരു അനുഗ്രഹമായി തീരണമെങ്കിൽ നമുക്ക് മുമ്പിൽ നിൽക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ നിമിത്തം സമൂഹത്തിൽ നമ്മൾ തലയുയർത്തപ്പെടണമെങ്കിൽ നല്ലതായ വഴികൾ നാം കാണിച്ചു കൊടുക്കുക. വേദപുസ്തകം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹോശയ്യ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, വേദപുസ്തകത്തിന്റെ അകത്ത് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ദൈവവചന ഭാഗം എങ്ങനെയാണ്? പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെയും മറന്നു കളയുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. ിലേക്ക് നോക്കിയിട്ടൊന്ന് ചോദിക്കുക. അറിവുകളുള്ള, വിദ്യാസമ്പന്നതകളുള്ള, ഭാഷകൾ പലതും കൈകാര്യം ചെയ്യപ്പെടുന്ന ഈ തലമുറകൾക്ക് പരിജ്ഞാനമുണ്ടോ? എന്താ ഇങ്ങനെ ചോദിക്കുവാൻ കാരണം? നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ചില വർഷങ്ങൾക്ക് പുറകിലേക്ക് നാം നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക് ഒരു മാതാവോ പിതാവോ കടന്നു വരുന്ന സമയം മക്കൾ ബഹുമാനത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ബഹുമാന സൂചകമായ ഒരു അനുസരണയുണ്ടായിരുന്നു. കാലങ്ങൾ പിന്നിട്ടു, അറിവുകളായി മാന്യമായ ഭാഷകൾ കൈകാര്യം ചെയ്യത്തക്ക രീതിയിലുള്ള കഴിവുകളുള്ള, അതിനേക്കാൾ ഉപരി ആര് നോക്കിയാലും ഒരൽപ്പം ബഹുമാനിക്കുന്ന രീതിയിലുള്ള അധികാര പദവികളിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ തലമുറകളിൽ നാം ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ എത്രയോ നാശമായ, ഹീനമായ, നീചമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? ലോകപരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. അറിവുകൾ നേടിയ, കഴിവുകൾ നേടിയ മറ്റുള്ളവരെ ഏത് വിധത്തിൽ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കണമെന്ന് മികവാർന്ന കഴിവുകളുള്ള ഈ തലമുറകൾ വഴിതെറ്റുവാൻ കാരണം അറിവില്ലാത്തത് കൊണ്ടല്ല.
അവരുടെ ഉള്ളിലേക്ക് പരിജ്ഞാനം എന്നുള്ളത് എത്തപ്പെട്ടിട്ടില്ല. പരിജ്ഞാനമില്ലായകയാൽ ജനം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിജ്ഞാനമില്ലാതെ വന്നത്? പരിജ്ഞാനത്തിന്റെ കുറവ് എവിടെയാണ് സംഭവിക്കപ്പെട്ടത്? ഈ ലോകത്തിന്റെ വിദ്യാശാലകളിൽ പഠിക്കാത്തതല്ല ആ അറിവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകാത്തതിന്റെ പേരിലല്ല. ഇത്രമാത്രം വിദ്യാസ്ഥാപനങ്ങൾ ഭംഗിയായി വളരപ്പെട്ടിട്ടും അനേകമാകുന്ന സ്ഥാപനങ്ങൾ, അനേകമാകുന്ന ലോകപരിജ്ഞാനമുള്ള അധ്യാപകർ നന്നായി പഠിപ്പിച്ചിട്ടും ഇന്നത്തെ സമൂഹം തെറ്റിപ്പോകുകയല്ലേ? നമുക്ക് ഇന്ന് സ്ത്രീയേതാ പുരുഷനേതാന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ലോത്തിന്റെ കാലം പോലെ ഒരു കാലം വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്തിനാണ് ഇത് പഠിപ്പിച്ചത്? ഈ ലോത്തിന്റെ കാലം പോലെ ഒരു കാലം വന്നു കഴിഞ്ഞാൽ യേശു എന്ന മശിഹ ലോകത്തിലേക്ക് വീണ്ടും വരികയും തങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കപ്പെടുന്ന ഭക്തന്മാരെ ചേർക്കപ്പെടുകയും ചെയ്യുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഈ ലോകത്തിലേക്ക് നോക്കിക്കേ. ചില നാളുകൾക്ക് മുമ്പേ ലോകം മുഴുവനും നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകൾ വെള്ളത്താൽ നിറയപ്പെട്ടു. അന്ന് ആരും ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നോക്കിയില്ല. ഏത് നിലയിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിക്കപ്പെട്ടു. നോക്കണം, ചില നാളുകൾക്ക് മുമ്പേ ലോകരാജ്യങ്ങൾ ഒന്നടങ്കമായി അടച്ചുപൂട്ടി 2 മാസത്തോളം ഭവനങ്ങളിൽ തന്നെ വീട്ടിന്റെ പുറത്തിറങ്ങാതെ വണ്ണം ഇരിക്കപ്പെട്ടു. എന്താണ്? മാരകമാകാമെന്ന മഹാവ്യാധികൾ ലോകത്തെ കാർന്നു പിടിക്കുവാനിടയായി. ഇതെല്ലാം വന്നിട്ടും സമൂഹത്തിലെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പേടിയോ ഭയമോ എത്തിയിട്ടില്ല. ഇന്നും ഞാൻ എന്ന ഭാവത്തോടെ നടക്കപ്പെടുന്ന മനുഷ്യനോട് വേദപുസ്തകം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ്? മനുഷ്യ, നീ എന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കുവാൻ കഴിയും? ഒന്ന് നോക്കണം. ഈ ലോകത്തിൽ ആഡംബര ജീവിതത്തോടെ നയിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അകത്തേക്ക് വലിക്കുന്ന ശ്വാസം കൊണ്ട് പുറത്തേക്ക് വിട്ട തിരികെ അത് അകത്തേക്ക് വലിച്ചു കയറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ ലോകത്തെ വൈദ്യശാസ്ത്രങ്ങൾ വന്ന് നാഡിയുടെ തുടിപ്പുകളെ പിടിച്ചു നോക്കി ഇങ്ങനെ പറയും, ഈ മനുഷ്യൻ മരിച്ചുപോയി, അറിയിക്കേണ്ടവരെ അറിയിച്ചു കൊടുക്കുക. എന്നാൽ ഒന്ന് നോക്കിക്കേ, ഈ പ്രാണൻ വെടിയപ്പെടുമ്പോഴും ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് മുമ്പിൽ മാതൃകയായി വിരൽ ചൂണ്ടുവാൻ ഒരുവനെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ ഒന്ന് പരിചയപ്പെടുത്തി നോക്കിക്കേ. ഇന്ന് പകലിൽ ഞങ്ങൾ പറയട്ടെ, ഈ സമൂഹത്തിന്റെ നടുവിൽ അനേക മതരാജാക്കന്മാർ ജനിക്കപ്പെട്ടു, ജീവിക്കപ്പെട്ടു. അനേക ചരിത്ര പുരുഷന്മാർ ജനിക്കപ്പെട്ടു, ജീവിക്കപ്പെട്ടു. നിരവധിയായ പ്രവർത്തനങ്ങളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ അവർ എത്തപ്പെട്ടു. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ച കാലഘട്ടത്തിൽ, ജീവിച്ച സാഹചര്യത്തിൽ സാധുക്കളായ സാമൂഹികമായ വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഞങ്ങൾ പ്രസംഗിക്കപ്പെടുന്ന, ഞങ്ങൾ അറിഞ്ഞൊരു സത്യം, ഈ സുവിശേഷത്തിന്റെ അകത്തടങ്ങളിലൂടെ ഞങ്ങൾക്ക് കൈമാറപ്പെട്ട, ഞങ്ങളുടെ മാതാപിതാക്കന്മാരാൽ പ്പെട്ടതായ ഈ സുവിശേഷമാണ് ഞങ്ങളെ ഇത്രത്തോളം എത്തിയത്. അതുകൊണ്ട് സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിന്റെ നേട്ടങ്ങളല്ല നമ്മളെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ എത്തിക്കപ്പെടുന്നത്. സുവിശേഷം എന്ന മാറ്റമില്ലാത്ത സത്യങ്ങൾ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. ഈ രക്ഷ ഞങ്ങൾ നേടിയെടുക്കുവാൻ യാതൊരു വിധത്തിൽ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ഇരിക്കപ്പെട്ട സ്ഥാനത്ത് രഹസ്യമായി ഞങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ മാറ്റമില്ലാത്ത വേദപുസ്തകത്തിലെ സത്യങ്ങൾ ഇന്ന് ഞങ്ങളെ അനേക സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനിടയായി. വേദപുസ്തകം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് ഏതെല്ലാം ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവ് കൊടുത്താലും ആ മൃഗം ഒരിക്കലും ഒരു മനുഷ്യനായി മാറിയിട്ടില്ല. ഇന്നുവരെ ഒരു പരിണാമവും ലോകത്തിൽ സംഭവിക്കപ്പെട്ടിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരിത്രങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന, ഹിസ്റ്ററികളിൽ പഠിപ്പിക്കപ്പെടുന്നത് പോലെ ആ അനേക സിദ്ധാന്തങ്ങൾ മൃഗം രൂപീകരിക്കപ്പെട്ട്
മനുഷ്യനായി മാറിയ ചരിത്രങ്ങൾ, പരിണമിച്ച മനുഷ്യനായ ചരിത്രങ്ങൾ പഠനശാലകളിൽ നിന്ന് പഠിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പകലിൽ നോക്കിക്കേ, ഒരു മൃഗവും ഈ 2022 കാലഘട്ടങ്ങളിൽ ആധുനിക വളർച്ചകൾ സംഭവിക്കപ്പെട്ടിട്ടും രാഷ്ട്രീയതല വളർച്ചകൾ സംഭവിക്കപ്പെട്ടിട്ടും ഒരു മൃഗവും ഇന്നുവരെ മനുഷ്യനായി മാറിയിട്ടില്ല. എന്നാൽ കാലഗതികൾ മാറിയ കാലഘട്ടത്തിൽ ഒരു പരിണാമം സംഭവിച്ചു. എന്തെന്നറിയാമോ? അനേക സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു, പഠിച്ചും പഠിപ്പിച്ചും ഉന്നതമാകുന്ന ഈ അധികാരികളിൽ ചെല്ലപ്പെട്ടതായ നിരവധി സഹോദരന്മാർ ഇന്ന് മൃഗമായി പരിണമിക്കപ്പെട്ടു. കാരണം മൃഗത്തെ പോലെ നടക്കുന്നു എന്നല്ല, മൃഗത്തെ പോലെ ആയി എന്നല്ല, എന്നാൽ മൃഗത്തിന്റെ വൈകല്യതകൾ, മൃഗത്തിന്റെ സ്വഭാവങ്ങൾ, മൃഗത്തിന്റെ രീതികൾ മനുഷ്യനിലേക്ക് എത്തപ്പെട്ടു. ആ മനുഷ്യൻ മൃഗം ചെയ്യാൻ അറയ്ക്കുന്നതും വെറുക്കുന്നതും മടിക്കുന്നതുമായ കാര്യാദികൾ ചെയ്തു കൂട്ടുന്ന കാര്യാദികൾ കണ്ടാൽ കേട്ടാൽ സോഷ്യൽ മീഡിയകളൊന്ന് ശ്രദ്ധിച്ചാൽ നാം അറയ്ക്കുന്നതും വെറുക്കുന്നതും ഭീതിപ്പെടുന്നതുമായ വാർത്തകളല്ലേ ഓരോ ദിവസങ്ങളും നാം കേൾക്കപ്പെടുന്നത്. ഇന്ന് പകൽ നോക്കിക്കേ, ഇതെല്ലാം മാറ്റാമെന്നുള്ള യാഥാർത്ഥ്യതയോടുകൂടിയല്ല ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഒരു സത്യം വിളിച്ചു പറയാം, ഈ സുവിശേഷം ഇന്നുവരെ സമൂഹത്തിൽ ഒരു അക്രമികളെ വളർത്തിയെടുത്തില്ല. ഈ വേദപുസ്തകം ഇന്നുവരെ ഈ ലോകത്തിൽ അനീതികൾ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ സുവിശേഷം അനേകരെ മാറ്റിമറിച്ചിട്ടുണ്ട്, അനേകരിലേക്ക് സമാധാനം എത്തിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഞങ്ങൾ മതം മാറ്റുവാനല്ല, നിങ്ങളുടെ പേര് മാറ്റുവാനല്ല ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തടങ്ങളിലേക്ക് നിങ്ങളൊന്ന് യോജിച്ച്, എന്റെ അറിവുകൾ, എന്റെ വിദ്യാഭ്യാസങ്ങൾ, എന്റെ കഴിവുകൾ, എന്റെ തലമുറകൾക്ക് അതെന്നെ പിൻപറ്റുവാൻ കഴിയുന്ന ഒരു പ്രാപ്തിയിൽ ഞാൻ എത്തപ്പെട്ടു പോയെന്ന് ഇന്ന് പകലിൽ എന്നെയോ മറ്റുള്ളവരെയോ മാതൃകയായി നീട്ടുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഒരു മാതൃക പുരുഷൻ, ആ പുരുഷനാണ് യേശു എന്ന രക്ഷകൻ. ആ യേശു ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ട കാലം മുതലേ മാതൃകയോടെ സമൂഹത്തിൽ ജീവിച്ചു. ആ യേശു താഴ്ന്ന കുലത്തിൽ ജനിക്കപ്പെട്ടവരുടെ നടുവിലേക്ക് കടന്നുപോയി. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസം കൂടാതെ അനേകരുടെ ഇടയിലേക്ക് എത്തപ്പെട്ട് കുലത്തിൽ ചെറിയവരും സമൂഹത്തിൽ തടയപ്പെട്ടവരുമായ അനേകരെ നിത്യതയിലേക്ക് എത്തിക്കുവാനിടയായി. ഇന്ന് പകലിൽ പ്രിയ സ്നേഹിതരെ, ഈ ഞങ്ങളെ ശബ്ദപരിധി ശ്രമിച്ച നിങ്ങളോട് സ്നേഹത്തോടെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കാലം മാറുന്നു, മനുഷ്യ ശൈലികൾ മാറുന്നു, ജീവിതം മാറുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പറയുന്ന ഈ സത്യം പൊളിവാക്കുകളല്ല, വെറും വാക്കുകളല്ല, ഇത് വയറ്റിപ്പിഴപ്പല്ല. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ നല്ലൊരു മാതൃകയായി, നമ്മുടെ മക്കൾക്ക് നല്ലൊരു പിതാവായി, കുടുംബത്തിൽ നല്ലൊരു ഗൃഹനാഥനായി, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി ഒന്ന് മാറുവാൻ നിങ്ങൾ ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നമുക്ക് ചില നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. അതിനായി ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഈ കടകളിലും തെരുവോരങ്ങളിലും വാഹനങ്ങളിലും ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം, അങ്ങയുടെ രാജ്യം പൂജിതമായി മാറണം. ഞങ്ങൾ ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത സത്യസുവിശേഷം ദേശത്തോട് വിളിച്ചു പറയുവാൻ ഇടയായി. ഈ ശബ്ദപരിധി ഞങ്ങൾ ശ്രദ്ധിച്ച ബിസിനസ് സ്ഥാപനങ്ങളിൽ, തെരുവോരങ്ങളിൽ, കടവരാന്തകളിൽ നിൽക്കപ്പെട്ട് ഞങ്ങളെ ശ്രമിച്ചതായ മാന്യ സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, കഥാവെ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങൾ, വാഹനങ്ങൾ ഓടിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും ഞങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാകുമാറാകട്ടെ, ആശ്വാസങ്ങൾ ഉണ്ടാകുമാറാകട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ.